എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി, നിലമ്പൂർ. വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ മഞ്ഞപ്പിത്തം വ്യാപകമാകുന്ന സാഹചര്യത്തിൽ പൊതുചടങ്ങുകളിലും ഹോട്ടലുകൾ, കൂൾബാറുകൾ എന്നിവിടങ്ങളിലും കുടിവെള്ള ശുചിത്വവും ഗുണനിലവാരവും ഉറപ്പുവരുത്തണമെന്ന് AP അനിൽകുമാർ MLA ആവശ്യപ്പെട്ടു. ഇതിൽ പൊതുജനങ്ങളുടെ മനോഭാവവും തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണവും ഏറെ പ്രധാനപ്പെട്ടതാണ്. കൂടാതെ പനിമരണങ്ങൾ സംഭവിക്കുമ്പോൾ അതിന്റെ കാരണം കണ്ടെത്താൻ പരമാവധി ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വണ്ടൂർ നിയോജക മണ്ഡലം ആരോഗ്യ ജാഗ്രത അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്ക് നമ്മുടെ നിയോജകമണ്ഡലത്തിലാണ്, പ്രത്യേകിച്ച് നമ്മുടെ ബ്ലോക്കിലാണ് ഈ പകർച്ചവ്യാധികൾ കൂടുതലായിട്ട് ഇപ്പോൾ കാണപ്പെടുന്നത് എന്ന് പറഞ്ഞു. അതിൽ പ്രധാനമായും മഞ്ഞപ്പിത്തം ഇവിടെ സൂചിപ്പിച്ചു. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷവും നമുക്ക് നിപ്പ വന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ ബ്ലോക്കിലാണ്. യഥാർത്ഥത്തിൽ പാണ്ടിക്കാട് പഞ്ചായത്തും നമ്മുടെ തൊട്ടിടക്കുന്നതാണ് ബ്ലോക്ക്, നമ്മുടെ ബ്ലോക്കാണ്. നിയോജകമണ്ഡലം അപ്പുറത്താണെങ്കിലും അതുപോലെ നമ്മുടെ വണ്ടൂരിലും നിപ്പ വന്ന സാഹചര്യം ഉണ്ടായി. വളരെ ഗൗരവതരമായ അവസ്ഥയായിരുന്നു. നല്ല രീതിയിൽ അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. ജീവനക്കാരുടെയൊക്കെ വളരെ നല്ല രീതിയിൽ ഇടപെടൽ അതിനുണ്ടായിരുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ പല പഞ്ചായത്തുകളും കഴിഞ്ഞ വർഷം ഞാൻ ചില മീറ്റിങ്ങുകൾ സൂചിപ്പിച്ചാണ്, ചില ഒറ്റപ്പെട്ട മരണങ്ങൾ ഉൾപ്പെടെ, ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന മരണങ്ങൾ ഉൾപ്പെടെ പെട്ടെന്ന് പനി വരികയും മരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായ സംഭവങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം വളരെ വ്യാപകമായിട്ട് ഉണ്ട് എന്നുള്ളത് പല ഭാഗങ്ങളിൽ. മണ്ഡലത്തിൽ 2024 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ 283 ഡെങ്കിപ്പനി രോഗബാധയും 39 എലിപ്പനി രോഗബാധയും 666 മഞ്ഞപ്പിത്ത രോഗബാധയും 4 മലമ്പനി രോഗബാധയും 4 ചെള്ളുപനി രോഗബാധയും 2 വെസ്റ്റ് നൈൽ പനി ബാധയും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇതിൽ 3 പേർ എലിപ്പനി രോഗബാധ മൂലവും ഓരോ ആളുകൾ വീതം ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, വെസ്റ്റ് നൈൽ പനി എന്നിവ മൂലവും മരണപ്പെട്ടു. ആരോഗ്യ പ്രവർത്തകരുടെ മികച്ച പ്രവർത്തനമാണ് മരണസംഖ്യ കുറയ്ക്കാൻ കാരണമായതെന്ന് MLA അഭിപ്രായപ്പെട്ടു. വരും വർഷങ്ങളിൽ പകർച്ചവ്യാധി മരണങ്ങൾ തടയുന്നതിന്റെ കാര്യക്ഷമമായ പ്രവർത്തന പദ്ധതികൾ തയ്യാറാക്കി സമയോചിതമായി നടപ്പിലാക്കുന്നതിന് തീരുമാനിച്ചു. മണ്ഡലത്തിലെ മുഴുവൻ ആരോഗ്യ സ്ഥാപനങ്ങളിലെയും മെഡിക്കൽ ഓഫീസർമാർ, ഹെൽത്ത് സൂപ്പർവൈസർമാർ, പബ്ലിക് ഹെൽത്ത് നഴ്സ് സൂപ്പർവൈസർ, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VK ഭാസ്കർ അലി, കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K തങ്കമ്മു, മറ്റു വിവിധ പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളായ റഫീഖ മറ്റത്ത്, രമാരാജൻ, NA മുബാറക്ക്, M ശിവശങ്കരൻ, ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ പ്രതിനിധിയായി ടെക്നിക്കൽ അസിസ്റ്റന്റ് VV ദിനേശ്, വണ്ടൂർ ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമർ പള്ളിയാളി, കാളികാവ് ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റിയാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.